നമുക്കും അവനൊപ്പം പോയി മരിക്കാമെന്ന് പറഞ്ഞ് സധൈര്യം ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുവാൻ നമ്മെ പഠിപ്പിക്കുന്ന ഭാരതത്തിന്റെ അപ്പസ്തോലന്റെ നമ്മുടെ പിതാവായ മാർ തോമാശ്ലീഹായുടെ ഓർമ്മദിനം. മാർ വലാഹ്. രക്ഷകനും നാഥനുമായി കർത്താവിനെ ഏറ്റുപറഞ്ഞവന്റെ വാക്കുകൾ. കാലസംസ്കാര ഭാഷാഭേദങ്ങൾ മറികടന്ന് കടലിനു മീതെ നടന്നവന്റെ പിൻഗാമിയായി കടലേഴും താണ്ടി AD 52 ആ വിശ്വാസ വിപ്ലവം നമ്മെ തേടിയെത്തി. കാലമേറെ കഴിയുമ്പോൾ തോമാശ്ലീഹായുടെ പ്രേഷിത സ്മരണകളിലൂടെ സീറോ മലബാർ സഭയുടെ വിശ്വാസ പാരമ്പര്യവും പൈതൃകവും കാത്തുസൂക്ഷിക്കുക എന്ന വലിയ നിയോഗം ശിരസാ വഹിച്ചുകൊണ്ട് മാർ ജോസഫ് പെരുന്തോട്ടം പിതാവിന്റെ പിൻഗാമിയായി 2024 ഒക്ടോബർ 31 ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പായി മാർ തോമസ് തറയിൽ പിതാവ് ചുമതലയേറ്റു. നൂറ്റാണ്ടുകൾക്ക് മുൻപ് വെല്ലുവിളികൾ നിറഞ്ഞ ലോകത്ത് ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുവാനായി സധൈര്യം ഇറങ്ങിപ്പുറപ്പെട്ട വിശുദ്ധ തോമാശ്ലീഹായുടെ പ്രത്യേക മാധ്യസ്ഥം ഏറ്റെടുത്ത വലിയ ഉത്തരവാദിത്തങ്ങളുമായി കർമ്മപഥത്തിലേക്ക് ഇറങ്ങിപ്പുറപ്പെട്ട പിതാവിന് വഴികളിൽ വെളിച്ചമായി. 5 ജില്ലകളിൽ പടർന്നു പന്തലിച്ച് കിടക്കുന്ന ചങ്ങനാശ്ശേരി മഹാ അതിരൂപതയുടെ വളർച്ചയ്ക്ക് ചുക്കാൻ പിടിക്കുക മാത്രമല്ല പിതാവ് ചെയ്തതും ചെയ്യുന്നതും. അതിരൂപത അതിരുകൾ കടന്ന് പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യരുടെ വേവലാതികൾക്ക് ആശ്വാസമേകാനും ആശ്വാസമാകാനും പിതാവ് എക്കാലവും മുന്നിൽ നിന്ന് പ്രയത്നിച്ചു. പൊതുസമൂഹത്തിലെ വിവിധ പ്രശ്നങ്ങളിൽ ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചു. യുവജനങ്ങളാണ് സഭയുടെയും സമൂഹത്തിന്റെയും ശക്തി എന്ന് വിശ്വസിക്കുന്ന പിതാവ് ജീവിതത്തിൽ വലിയ ലക്ഷ്യങ്ങളിലേക്കുള്ള യാത്രയിൽ പ്രത്യാശ കൈവിടാതെ മുന്നോട്ട് നീങ്ങുവാൻ എപ്പോഴും യുവജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ചങ്ങനാശ്ശേരിയുടെ ആത്മാവുറങ്ങുന്ന കുട്ടനാട്ടിലെ ജനങ്ങൾ വർഷങ്ങളായി അനുഭവിക്കുന്ന വെള്ളപ്പൊക്ക ദുരിതങ്ങളും കർഷകരുടെ കഷ്ടപ്പാടുകളും നേരിട്ടറിയാവുന്ന പിതാവ് കുട്ടനാടിനു വേണ്ടി എക്കാലവും ശബ്ദമുയർത്തിക്കൊണ്ടേയിരുന്നു. അധികൃതരുടെ മുന്നിൽ കുട്ടനാടിന്റെ പ്രശ്നങ്ങൾ പലകുറി അവതരിപ്പിക്കുവാൻ പിതാവ് മുൻകൈയെടുത്തു. വൈദിക വിദ്യാർത്ഥികളുടെ പഠനത്തിനായി സെമിനാരിയൻസ് ബെനിഫാക്ടേഴ്സ് ഫോറം ആരംഭിച്ചതും മണിപ്പൂരിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് തിരുവനന്തപുരം ലൂർദ് മാതാ കോളേജിൽ സൗജന്യ വിദ്യാഭ്യാസം നൽകിയതും പള്ളിക്കൂടങ്ങളുടെ സമുദ്ധാരണത്തിനായി അധ്യാപകരുടെയും മറ്റും സഹായത്തോടെ ധനശേഖരണം നടത്തിയതും മിഷണറി ചൈതന്യം അതിരൂപതയിൽ കാത്തുസൂക്ഷിക്കുവാൻ ഒഡീഷ മിഷൻ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചതും ഭിന്നശേഷി നിയമനവുമായി ബന്ധപ്പെട്ട് ശമ്പളമില്ലാതെയും ദിവസവേതനത്തിലും കഷ്ടപ്പെടുന്ന അധ്യാപകരുടെ പ്രശ്നങ്ങൾ മുഖ്യമന്ത്രിയുടെയും വിദ്യാഭ്യാസ മന്ത്രിയുടെയും മുന്നിൽ എത്തിച്ചതും കുട്ടികളിൽ ദൈവവിളി വളർത്തിയെടുക്കുന്നതിനായി 4, 5, 6, 7 ക്ലാസ്സുകളിലെ കുട്ടികളെ കേന്ദ്രീകരിച്ച് സാവിയോ ബോയ്സ്, മരിയൻ ഗേൾസ് എന്നീ കൂട്ടായ്മകൾ രൂപീകരിച്ചതും അതിരൂപതയിലെ സന്യസ്തരുടെ നേതൃത്വത്തിൽ ഇടവകകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട കുട്ടികൾക്ക് തുടർച്ചയായ പരിശീലനവും ഉത്തേജനവും നൽകി ഓരോരുത്തരുടെയും അഭിരുചിക്കനുസരിച്ചുള്ള പഠനങ്ങളും ജോലിയും നേടിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ കാർപ്പ് ആസ്പയർ പ്രോജക്ട് വിഭാവനം ചെയ്തതും മിടുക്കരായ കുട്ടികൾക്ക് പ്രത്യേക കോച്ചിങ്ങും പരിശീലനവും നൽകി കുട്ടികളെ സിവിൽ സർവീസ് പരീക്ഷകൾക്കും സർക്കാർ ജോലികൾക്കുമായി പ്രാപ്തരാക്കുന്ന പദ്ധതി ആരംഭിച്ചതും നല്ല ക്രൈസ്തവ കുടുംബങ്ങളെ വാർത്തെടുക്കുന്നതിനും അവർക്കാവശ്യമായ പരിശീലനങ്ങളും ആത്മീയ രൂപീകരണവും നൽകുന്നതിനായി നസ്രാണി ഫാമിലി ഫ്രട്ടേണിറ്റി മീറ്റ് എന്ന പേരിൽ ദമ്പതി കൂട്ടായ്മ ആരംഭിച്ചതും സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട മേഖലകളെയും മിഷൻ പ്രവർത്തനങ്ങളെയും സഹായിക്കുന്നതിനായി ക്രൗഡ് ഫണ്ടിംഗ് പദ്ധതിയായ കരുതൽ പദ്ധതിക്ക് തുടക്കം കുറിച്ചതും സൺഡേ സ്കൂൾ കുട്ടികൾക്കായി അടിസ്ഥാന വിശ്വാസ കാര്യങ്ങൾ ആവർത്തിച്ച് പഠിപ്പിക്കുന്ന റിപ്പീറ്റേറ്റീവ് ലേണിംഗ് എന്ന ശൈലി മുന്നോട്ട് വെച്ചതുമെല്ലാം സഭയുടെയും പൊതുസമൂഹത്തിന്റെയും വളർച്ചയ്ക്കായി വളരെ കൃത്യമായ കാഴ്ചപ്പാടോടെ പിതാവ് ചെയ്ത നിരവധി കാര്യങ്ങളിൽ ചിലത് മാത്രമാണ്. നിറഞ്ഞ ആത്മാർത്ഥതയും അർപ്പണബോധവും ഇടപെടുന്ന എല്ലാ ഇടങ്ങളിലും പ്രകടിപ്പിക്കുന്ന ശക്തമായ നിലപാടുകൾ വ്യക്തമായ ഭാഷയിൽ ധീരതയോടെ പറയുന്ന ഹൃദയം കൊണ്ട് സംസാരിക്കുന്ന ആയിരിക്കുന്ന ഇടങ്ങളിലെല്ലാം പുഞ്ചിരി പരത്തുന്ന ലാളിത്യത്തിന്റെ മൂർത്തീഭാവമായ അഭിവന്ദ്യ പിതാവേ, അങ്ങയുടെ ജീവിതത്തിൽ നിന്നും പ്രസരിക്കുന്ന പ്രകാശം ഞങ്ങളെ എന്നും വഴി നടത്തുന്നു. ദൈവോത്മുഖമായ ജീവിതത്തിലൂടെ അനേകർക്ക് വെളിച്ചം പകർന്ന് സഭയുടെ വഴികാട്ടിയും നിതാന്ത കാവൽക്കാരനുമായി യാത്ര തുടരുക. അഭിവന്ദ്യ പിതാവിന് നാമഹേതുക തിരുനാൾ ആശംസകൾ.